ചോദിക്കുന്ന സമയത്ത് ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള മറ്റേ ദേവരാജോ അങ്ങനെ പറയുന്നവൻ അവൻ ഇടയ്ക്ക് കയറിയിട്ട് സംസാരിക്കുന്നുണ്ട്, ഇവന്റെ കയ്യിൽ നിന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട്. ഇവൻ വെറും മണ്ടനാണെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. SFIയുടെ ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇത്രയും വെളിവില്ലാത്തവനൊക്കെ പിടിച്ച ഏരിയ സെക്രട്ടറി ആകുമോ? അവൻ പറഞ്ഞതാണ്, അഭിരാജ് ഇതുവരെ ലൈഫിൽ സിഗരറ്റ് പോലും വലിച്ചില്ലാത്ത ആളാണ്, സിഗരറ്റിന്റെ രുചി പോലും എന്തെന്നറിയില്ല, എന്തിനാടാ ഇങ്ങനെ വെള്ളം പൂശുന്നത്? നാണം വേണം, ഉളുപ്പ് വേണം. ഇപ്പോൾ ഞാനിത് പറയുന്നതിന്റെ പേരിൽ എനിക്കെതിരെ മിക്കവാറും എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വരാം. എനിക്കൊരു തേങ്ങാക്കൊലയില്ല, ഉള്ളതുപോലെ പറയാനുള്ളൊരു കഴിവ് വേണം. അല്ലാണ്ട് ഈ പറയുന്ന പാർട്ടിയുടെ പൃഷ്ഠവും താങ്ങിക്കൊണ്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. ലൈഫിൽ ജീവിക്കാനായിട്ട് എന്തെങ്കിലും വേണം. പാർട്ടി കാണത്തില്ല കൂടെ ജീവിക്കാൻ. അതുകൊണ്ട് അത് മനസ്സിലാക്കി അന്ധമായിട്ടുള്ള പാർട്ടിയുടെ ഈ ആരാധനയിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഇങ്ങനെ ജീവിക്കരുത്. ഇനി ഇത് സത്യമാണെങ്കിൽ തന്നെ ഇരിക്കട്ടെ, SFIയുടെ റൂമിൽ വേറൊരുത്തം കൊണ്ട് ഈ സാധനം വെക്കാനായിട്ട് അവന്റെ കഴിവ് അല്ലെങ്കിൽ അവൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കൊല്ലാതെ അവനെ തിരിച്ചുവിടില്ലല്ലോ. ഈ ഒരു പരിപാടി അത് ഇനി ഒരാളെ കൊണ്ടുവന്ന് ഇപ്പൊ എന്റെ റൂമിൽ ഒരാളൊരു സാധനം കൊണ്ടുവന്ന് വെക്കുകയാണ്, എന്റെ അറിവില്ലാതെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും സാധനം അങ്ങോട്ട് മാറി എനിക്ക് മനസ്സിലാവും. ഇൻ കേസ് കൊണ്ടുവന്ന് വെച്ചു എന്ന് വെച്ചു, അത് ഞാൻ പറയാം.